ആ മതി മതി, ഇവിടെ നിർത്താം. മിണ്ടല് മിണ്ടല്. സൂരജ് ചാച്ചൻ കല്യാണം കഴിച്ചു. സൂരജ് ചാച്ചൻ കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നു. സൂരജേട്ടൻ ഒരു ചേച്ചിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇന്ന് എന്റെ ഭർത്താവിന്റെ വീടൊരു സ്വർഗമായി. നല്ല കാര്യം. അമ്മ എന്തായാലും ഇനി കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. ഓർക്കാൻ വയ്യ. നീ എന്നാ ഇനി എന്നെ നിന്റേതായി കാണാൻ പോകുന്ന? പക്ഷെ എനിക്ക് എപ്പോഴും നീ എന്റേതായി കഴിഞ്ഞു. ഇന്നു മുതൽ ഞാൻ നിന്റെ മണവാട്ടിയെ. സൂരജ് ചേട്ടൻ കല്യാണം കഴിച്ചു. സൂരജ് ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് വന്നേക്കുന്നു. കണ്ടോ, ഞാനിത് മുമ്പേ പറഞ്ഞതല്ലേ, ഒക്കെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ആരാ ബ്രഹ്മചാരിയായിട്ട് ഇരിക്കാൻ പോകുന്നത്? അതെ അതെ. അല്ലെങ്കിലും കാലമൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ. ഇതിലിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? അതാണല്ലോ കാരണവന്മാരൊക്കെ പറയുന്നേ. പോയത് കാശിക്കാണെങ്കിലും വന്നത് കാശ്മീരിൽ നിന്നാണെന്ന്. ദേ നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ സൂരജിന്റെ കല്യാണം കഴിഞ്ഞെന്നോ? അതും ഇത്ര പെട്ടെന്ന്? ചേട്ടാ, ഞാൻ എന്താ ഈ കാണുന്നത്? അതെ, നീ ആദ്യം ഇതിൽ നമുക്ക് ആവശ്യമുള്ള പൈസ ഉണ്ട്, ഇതാദ്യം കൊണ്ട് ഡോക്ടർക്ക് കൊടുക്കുക. ഓക്കെ, ചേട്ടത്തിയുടെ കാര്യങ്ങൾ നോക്ക്. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓ, പൈസയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ശരിയായെന്ന് ചേട്ടൻ സമയത്ത് തന്നെ മെസ്സേജ് ചെയ്ത് നന്നായി. അതുകൊണ്ടല്ലേ ആ ഡോക്ടർ അപ്പൊ തന്നെ സർജറി ചെയ്യാൻ തയ്യാറായത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ഒരു പിടിയില്ല. ഇനിയിപ്പൊ വല്യമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ആയാ മതിയായിരുന്നു. എന്താ അത്? ചേട്ടാ, ചേട്ടാ, ഇതൊക്കെ എന്താ? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞോ? അതോ ഇഷ്യൂ ആയിട്ടോ? പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? എനിക്കിതൊക്കെ ഒരു സ്വപ്നമായിട്ടാ തോന്നുന്നേ. കാവ്യ, നിർത്ത. നിന്റെ പ്രിയപ്പെട്ട അനിയൻ ഇത്രയും നല്ല ബ്രഹ്മചാരി ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പോട്ടെ,
എന്തായാലും നല്ല പെൺകുട്ടിയെ തന്നെയാ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹലോ, ഇങ്ങനെ കണ്ണും വിളിച്ച് നിന്നാ മതിയോ? ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ആ ചെല്ല്. വരൂ. അതെ, എല്ലാരും ഒന്ന് മാറിക്കേ. ഹലോ, നിങ്ങളിങ്ങനെ ചൈനയിലെ വൻമതിൽ പോലെ നിന്നാൽ ഇവരെങ്ങനെ വീടിനകത്തേക്ക് പോകും? അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ ആ, നമുക്കെന്താ? കുടുംബത്തിന്റെ കാര്യം അല്ലെങ്കിൽ നമുക്ക് പോവാം. അവരെന്തോ ചെയ്യട്ടെ, നിങ്ങൾ വായിച്ചു. അയ്യോ എന്റെ അമ്മേ, ഇത്ര ഗംഭീരമായ ഡ്രസ്സോ? അയ്യോ ചേട്ടത്തി. ഹേ ചേട്ടത്തി. അതൊക്കെ അച്ഛനെവിടെ? വരൂ, അകത്തേക്ക് വരൂ. കണ്ണാടിച്ചില് കുത്തിയിരിക്കുകയാണല്ലോ. ഇത്രയും മുറിവ് പറ്റിയിട്ടും വേദനിക്കുന്നൊന്നുമില്ലേ? നീ കെട്ടിക്കൊണ്ട് വന്നതാണോ ഇവളെ? എങ്ങനെ ഈ കല്യാണം നടന്നേ? ഈ കല്യാണം എങ്ങനെ നടന്നു എന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറയണം, ഈ കല്യാണം ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണോ നടന്നത്? സത്യമേ പറയാവൂ. അത് ഇപ്പൊ തന്നെ നിനക്ക് കൈയോടെ കിട്ടും, അതും ഇവിടെ വെച്ച്. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈഷയെ വിവാഹം കഴിക്കേണ്ടതായി വരും. സൂരജേട്ടനോട് നീ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. സൂരജ് ദയവായി ഇതിൽ നിന്ന് പിന്മാറും. അല്ല, അല്ല, അപ്പൊ ഞാൻ സ്വപ്നമല്ലേ കണ്ടത്? അനിയ ശരിക്കും കല്യാണം കഴിച്ചതാണോ? ഇനിയും നീ എത്രമാത്രം അതപ്പതിക്കുമെന്ന് പറ. ഒരു പെൺകുട്ടി അവളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്? നിനക്കും 3 പെങ്ങന്മാരുണ്ടെന്നുള്ള കാര്യം നീ മറന്നോ? ഞാൻ ആരോട് ഈ പറയുന്ന പോലെ ബലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ഇനി അങ്ങോട്ട് മനസ്സിലാക്കാനും പോകുന്നില്ല. ഇവിടെ നമ്മൾ തമ്മിലുള്ള കാര്യമല്ല പറയുന്നത്, ഈ പെൺകുട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരാ ഇവള്? എടാ, ഇവള് ആരാണെന്ന്? ഇതെന്റെ ബോസിന്റെ മകളാ ഇഷ. സാർ ഇവളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. പക്ഷെ ഇവളതിന് തയ്യാറാവാതെ സാറിനെ എതിർത്ത് നിന്നു. അതോടെ കല്യാണം മുടങ്ങിപ്പോയി.
അങ്ങനെ സാറിനെ ഇൻസൾട്ട് ചെയ്ത ദേഷ്യത്തിന് എന്നോട് ഇവിടെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ആഹാ, അയാള് വിവാഹം കഴിക്കാൻ പറഞ്ഞു, ഉടനെ നീ എങ്ങ് കഴിച്ചു അല്ലേ? മുതലാളി പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ വല്യമ്മയുടെ കാലിന്റെ ഓപ്പറേഷൻ എനിക്ക് പൈസ വളരെ അത്യാവശ്യമായിരുന്നു. അതുപോലെ ആ പൈസ മുതലാളി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തരുകയും ചെയ്തു. അപ്പൊ പൈസ കിട്ടിയാൽ നീ ഏത് പെൺകുട്ടിയുടെ ജീവിതത്തിലും കയറി കളിക്കും അല്ലേ? ഈ വീട് പണയം വെക്കുന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ. എനിക്ക് നിന്റെ അച്ഛൻ സമ്പാദിച്ചു കൊണ്ടുവന്ന പണമൊന്നും ആവശ്യമില്ലായിരുന്നു. അതെങ്ങനെയാടാ? ഇനിയും നീ എന്നെ നാണം കെടുത്തില്ല, തലയോർത്തി നടക്കാൻ പറ്റുമെന്ന് കരുതിയപ്പോ ദേ മറ്റൊരു ഇടുത്തി കൊണ്ട് തലയിലിട്ടിരിക്കുന്നു. ഇന്ന് നീ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുക. ഒരു പെൺകുട്ടിയോടാ നീ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിന്നെ തന്നെ നീ ഒന്ന് നോക്ക്. ദുഷ്ടരായ മനുഷ്യരെ അടിമത്തം നിന്നെ എത്രമാത്രം ദുഷ്ടനാക്കി മാറ്റിയെന്ന്. നീയൊന്നും ഒരാളുടെ മകനുമല്ല, ഒരാളുടെയും സഹോദരനുമല്ല. എല്ലാ അർത്ഥത്തിലും നീ ഒരു ഗുണ്ടയാ, വെറും ഗുണ്ട. ഇനി എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും.